ഞാനിപ്പോൾ നിൽക്കുന്നത് ധന്യപൂർ എന്ന പ്രദേശത്താണ്. ധന്യപൂർ എന്ന് പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുസ്ലിം സഹോദരങ്ങൾക്ക് 5 ഏക്കറോളം അനുവദിക്കുകയും ശ്രീ രാമജന്മഭൂമിയും അതേപോലെ ധന്യപൂരിലെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിൻ്റെ പേരിൽ വരുന്ന പ്രോഫറ്റ് മുഹമ്മദ് ബിൻ അബ്ദുള്ള മോസ്കിൻ്റെയും പ്രദേശത്താണ്. ഈ ഏകദേശം 5 ഏക്കറിലാണ് ഇവിടെ പള്ളി വരാൻ പോകുന്നത്. 2024 മേയോടുകൂടി ഈ പള്ളിയുടെ നിർമ്മാണവും മറ്റും തുടങ്ങും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇൻഡോ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ പള്ളി വരാൻ പോകുന്നത്. ഏകദേശം 2000 പേർക്ക് ആതിഥ്യമരുളാൻ കഴിയുന്ന കമ്മ്യൂണിറ്റി കിച്ചണുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുള്ള ലൈബ്രറിയുള്ള ഒരുപാട് പേർക്ക് ആതിഥ്യമരുളാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായൊരു പ്രദേശമാണ്. ഇവിടെ ഒരുപക്ഷെ അവിടേക്ക് പള്ളിയിലേക്ക് പോകുന്ന പഠനത്തിനും മറ്റും പോകുന്ന നമ്മുടെ മുസ്ലിം സഹോദരന്മാരെ ഇവിടെ കാണാം. കൊച്ചുകുട്ടികളെ കാണാം. ഈ മനോഹരമായ പ്രദേശമാണ് ഇവിടെ വരാൻ പോകുന്ന ധന്യപൂർ മോസ്കിൻ്റെ പ്രദേശം. आप लोगों का नाम क्या है? नाम क्या है आप लोगों का? नाम बताइए, एक और बार नाम बताइए, सभी का नाम बताइए प्लीज. किस दर्जे में पढ़ते हो? क्लिक किस? 7th. All the best. Thanks. ഒരു പക്ഷേ നമ്മുടെ വരും തലമുറകൾക്കെങ്കിലും ഇനി വരുന്ന ഒരു തലമുറയുടെ ഹിന്ദു മുസ്ലിം കുട്ടികൾക്കെങ്കിലും നമ്മുടെ മനസ്സിലെ വിദ്വേഷമോ നമ്മുടെ മനസ്സിലെ വെറുപ്പോ ഒന്നുമില്ലാതെ മനോഹരമായി അവർക്ക് ജീവിക്കാൻ കഴിയട്ടെ. അമ്പലവും പള്ളിയും ഒരേപോലെ സമ്പന്നമാക്കുന്ന ഒരു ഭാരതത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ. ശ്രീരാമൻ്റെ പേരിലുള്ള അമ്പലവും അതോടൊപ്പം പ്രവാചകൻ മുഹമ്മദിൻ്റെ പേരിലുള്ള പള്ളിയും നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും സാഹോദര്യവും ഒക്കെ വിളിച്ചോതട്ടെ. ആ ഒരു പ്രതീക്ഷയിലും പ്രാർത്ഥനയിലുമാണ്. ഇവിടെ കുട്ടികളെ കണ്ടു, കുറേ ആൾക്കാരെ പരിചയപ്പെടാനൊക്കെ സാധിച്ചു. എന്തായാലും ഭാരതത്തിൻ്റെ ഐക്യവും സാഹോദര്യവും മുമ്പോട്ട് പോകട്ടെ. വളരെ ബുദ്ധിമുട്ടുള്ളൊരു എപ്പിസോഡിലൂടെയാണ് നമ്മളെല്ലാം കടന്നുപോയത്, ഈ രാജ്യം കടന്നുപോയത്. അതിൽ നിന്ന് അതീതമായി ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകട്ടെ, മുമ്പോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കും.